ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ റെക്ടിഫിക്കേഷൻ ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എന്ന ഹെഡിലെ സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺ സൈഡഡ് എറേഴ്സ് ട്രയൽ ബാലൻസിന്റെ തുല്യതയെ ബാധിക്കുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് വൺ സൈഡഡ് എറേഴ്സ് റെക്ടിഫൈ ചെയ്യുന്നതിന് മുൻപാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ട്രയൽ ബാലൻസ് ടാലി ആകില്ല. ഇത്തരത്തിൽ തയ്യാറാക്കിയ ഒരു ട്രയൽ ബാലൻസ് ആണ് നമ്മുടെ കയ്യിലെങ്കിൽ ആ ട്രയൽ ബാലൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസം താൽക്കാലികമായി സസ്പെൻസ് അക്കൗണ്ടിലേക്ക് പ്ലേസ് ചെയ്യും. അങ്ങനെ ട്രയൽ ബാലൻസ് ടാലി ആകും. ഈ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ KGC 9 ടെക്സ്റ്റിലെ പേജ് നമ്പർ 6.5 കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ആദ്യം നോക്കാം. 1. Purchase day book is undercast by ₹300. എന്താണ് ഇതിൻ്റെ അർത്ഥം? പർച്ചേസ് ഡേ ബുക്കിൽ 300 രൂപ കുറവാണ്. അതായത് പർച്ചേസ് അക്കൗണ്ടിൽ 300 രൂപ കുറവാണെന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. ആലോചിച്ച് നോക്കിക്കേ, 300 രൂപ കുറവെന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് കുറവ്? പർച്ചേസ് അക്കൗണ്ടിന് എപ്പോഴും ഏത് ബാലൻസ് ആണ് വരുന്നത്? ഡെബിറ്റ് ബാലൻസ് അല്ലേ വരുന്നത്. അപ്പം പർച്ചേസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 300 രൂപ കുറവാണെന്നല്ലേ ഇതിന്റെ അർത്ഥം. പർച്ചേസ് ഡേ ബുക്ക് ഈസ് അണ്ടർ കാസ്റ്റ് ബൈ ₹300 എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആ കുറവ് നികത്താനായിട്ട് റെക്ടിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? പർച്ചേസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 300 രൂപ എഴുതണം. അത് എന്തെന്നും പറഞ്ഞ് കാണും. നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് വഴിയാണ് നമ്മളത് റെക്ടിഫൈ ചെയ്യുന്നത്. അപ്പം ആ 300 എന്തെന്നും പറഞ്ഞ് നമ്മൾ എഴുതണം? സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതിയാൽ മതി. അതായത് പർച്ചേസ് അക്കൗണ്ടിൽ 300 രൂപ ഡെബിറ്റ് ചെയ്തു. അപ്പം പർച്ചേസ് അക്കൗണ്ട് ഓക്കെ ആയി. അതായത് പർച്ചേസ് ഡേ ബുക്കിൽ 300 രൂപ കുറവുണ്ടായിരുന്നത് നമ്മൾ താൽക്കാലികമായിട്ട് ഏത് അക്കൗണ്ടിലേക്ക് ഇട്ടു? സസ്പെൻസ് അക്കൗണ്ടിലേക്ക്. അപ്പം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് വരുമ്പോൾ റെക്ടിഫിക്കേഷൻ നടന്നു കഴിഞ്ഞു. ഇനി അടുത്തത്, ഇഫ് സെയിൽസ് ഡേ ബുക്ക് ഈസ് ഓവർ കാസ്റ്റ് ബൈ ₹310. ഇതിന്റെ അർത്ഥം എന്താണ്? സെയിൽസ് ഡേ ബുക്കിൽ 310 രൂപ കൂടിക്കിടക്കുന്നു എന്നാണ് അല്ലേ? ഓവർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടിക്കിടക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ, സെയിൽസ് അക്കൗണ്ടിന് ഏത് ബാലൻസ് ആണ് വരുന്നത്? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ വരുന്നത്. അപ്പം ഏത് സൈഡിലാണ് ഈ തുക കൂടിക്കിടക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലല്ലേ ഈ 310 കൂടിക്കിടക്കുന്നത്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഇതാണെങ്കിൽ സെയിൽസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ 310 രൂപ എക്സസ് ആണ് അല്ലേ? ഇത്രയും തുക കൂടിക്കിടക്കുകയാണെന്നാണല്ലോ അർത്ഥം. അപ്പൊ ഇതിന്റെ ഇഫക്റ്റ് നമുക്ക് കളയണം. ഈ 310 ഇവിടുന്ന് കളയണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? സെയിൽസ് അക്കൗണ്ടിൽ അത്രയും തുക ഡെബിറ്റ് ചെയ്തെന്നാൽ ഈ തുക നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പാടില്ലേ? അപ്പൊ അതിനെന്ത് ചെയ്യണം? സെയിൽസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 310 എൻ്റർ ചെയ്യണം. അപ്പം എന്നിട്ട് അത് എന്തെന്നും പറഞ്ഞ് എഴുതിയാൽ മതി? സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞു. അപ്പം നമുക്ക് ഈ തെറ്റ് എങ്ങനെ പരിഹരിക്കാം? സെയിൽസ് അക്കൗണ്ടിൽ 310 രൂപ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഈ തെറ്റ് നമുക്ക് പരിഹരിക്കാം. അപ്പം എങ്ങനെയാണ് എൻട്രി വരേണ്ടത്? സെയിൽസ് അക്കൗണ്ട് ഡെറ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, ഇഫ് സെയിൽസ് ഡേ ബുക്ക് ഈസ് അണ്ടർ കാസ്റ്റ് ബൈ ₹40. എന്താണ് ഇതിൻ്റെ അർത്ഥം? സെയിൽസ് ഡേ ബുക്കിൽ 40 രൂപ കുറഞ്ഞു കിടക്കുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അണ്ടർ കാസ്റ്റ് ആണ്. അതായത് ഇപ്പം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നമ്മൾ കുറവായിരുന്നെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? സോറി, ഇവിടെ ഓവർ കാസ്റ്റ് ആയിരുന്നു, ഇവിടെ അണ്ടർ കാസ്റ്റ് ആണ്. 40 രൂപ കുറഞ്ഞു കിടക്കുന്നു. ആലോചിച്ച് നോക്കിക്കേ. അപ്പം 40 രൂപ കുറഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോൾ സെയിൽസ് ഡേ ബുക്കിൻ്റെ ഏത് സൈഡിലാണ് 40 രൂപ കുറവ്? ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ? സെയിൽസ് അക്കൗണ്ടിന് ഏത് ബാലൻസ് ആണ് വരുന്നത്? എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് അല്ലേ വരേണ്ടത്. അപ്പം സെയിൽസ് ഡേ ബുക്കിന്റെ സെയിൽസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഈ 40 രൂപ കുറവ് അല്ലേ? അപ്പൊ സെയിൽസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇതാണ് ക്രെഡിറ്റ് സൈഡ്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ 40 രൂപ കുറവാണെന്നല്ലേ അർത്ഥം. അപ്പൊ എന്ത് ചെയ്യുക? സെയിൽസ് അക്കൗണ്ടിൽ 40 രൂപ ഡെബിറ്റ് ചെയ്യുക, പിന്നെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ എന്തെന്നും പറഞ്ഞാണ്? സസ്പെൻസ് അക്കൗണ്ട്. അപ്പം നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് സെയിൽസ് അക്കൗണ്ടിന് 40 രൂപ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്തപ്പെട്ടു. നെക്സ്റ്റ്, ഫോർത്ത്,
ഇഫ് പർച്ചേസ് ഡേ ബുക്ക് ഈസ് ഓവർകാസ്റ്റ് ബൈ ₹240. എന്താണ് ഇതിൻ്റെ അർത്ഥം? പർച്ചേസ് ഡേ ബുക്കിൽ 240 രൂപ കൂടിക്കിടക്കുകയാണെന്നാണ് അർത്ഥം അല്ലേ? ആലോചിച്ച് നോക്കിക്കേ. അപ്പം പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് 240 രൂപ കൂടിക്കിടക്കുന്നത്? പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് അല്ലേ വരുന്നത്. അപ്പം പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 240, അതായത് പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 240 രൂപ കൂടിക്കിടക്കുന്നു എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യണം. എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ടിൽ 240ൻ്റെ ഡെബിറ്റ് ഇഫക്റ്റ് കളയാനായിട്ട് എന്ത് ചെയ്താൽ മതി? പർച്ചേസ് അക്കൗണ്ടിൽ 240 ക്രെഡിറ്റ് ചെയ്താൽ മതി അല്ലേ? എന്തെന്നും പറഞ്ഞ്? സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ്. ഇപ്പൊ കറക്റ്റായി. ഈ 240 കൂടി ക്യാൻസൽ ആയിപ്പോയി. പർച്ചേസ് അക്കൗണ്ടിലെ കൂടി കിടന്ന 240ൻ്റെ ഇഫക്റ്റ് ഇപ്പോൾ ഇല്ലാണ്ടായി. അപ്പോൾ എങ്ങനെയാണ് എൻട്രി വരേണ്ടത്? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണ് റെക്ടിഫിക്കേഷൻ എൻട്രി വരേണ്ടത്. കണ്ടോ? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 240, പർച്ചേസ് അക്കൗണ്ട് 240. നെക്സ്റ്റ്, പേയ്മെന്റ് ഓഫ് ₹80 to Deepak is posted to the debit of Deepak as 18. അതായത് ദീപകിന് 80 രൂപ കൊടുത്തത് ദീപകിന്റെ അക്കൗണ്ടിൽ 18 എന്നാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 80ന് പകരം 18 എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് മിസ്റ്റേക്ക്. ഇതിനെ നമുക്ക് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദീപകിന് 80 രൂപ കൊടുത്തു. പേയ്മെന്റ് ഓഫ് ₹80 to ദീപക്. അപ്പോൾ എങ്ങനെയാണ് എൻട്രി വരേണ്ടത്? അതിൻ്റെ ശരിക്കുള്ള എൻട്രി എങ്ങനെയാണ്? ദീപക് അക്കൗണ്ട് ഡെറ്റർ 80 രൂപ പോയതല്ലേ, ഡെറ്റർ ടു ക്യാഷ് 80, ഇങ്ങനെയല്ല വരേണ്ടത്. അത് പോസ്റ്റ് ചെയ്തപ്പോൾ ദീപക് അക്കൗണ്ടിൽ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ക്യാഷ് എന്ന് പറഞ്ഞ് എത്ര എഴുതിയിട്ടുള്ളൂ? 18 എഴുതിയിട്ടുള്ളൂ. 80 വരേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് തിരുത്തണം. എന്ത് ചെയ്താൽ മതി? 18 കഴിഞ്ഞിട്ട് ബാക്കി ഇനി ഒരു 62 രൂപയും കൂടി ദീപക് അക്കൗണ്ടിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഒരു 62 കൂടി ദീപക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതെന്തെന്നും പറഞ്ഞ് എഴുതിയാൽ മതി? സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് 62 രൂപ ദീപക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ശരിയായി. ഇപ്പം രണ്ടും കൂടെ എത്ര രൂപയായി ദീപക് അക്കൗണ്ടിൽ? 80 rupees ആയില്ലേ? ഇപ്പം ദീപകിൻ്റെ അക്കൗണ്ട് ക്ലിയർ ആയില്ലേ? ഇങ്ങനെ. നെക്സ്റ്റ്, ഗുഡ്സ് ₹100 purchased on credit from Girish is wrongly credited in sales account. 100 രൂപയുടെ സാധനം ഗിരീഷിൻ്റെ പക്കൽ നിന്നും കടത്തിൽ വാങ്ങിച്ചത് തെറ്റിച്ച് ഏത് അക്കൗണ്ടിൽ എഴുതി? സെയിൽസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി അല്ലേ? അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗിരീഷ്. അപ്പോൾ അങ്ങനെ ഏത് അക്കൗണ്ടിലായിരുന്നു എഴുതേണ്ടത്? പർച്ചേസ് അക്കൗണ്ടിലല്ലേ എഴുതേണ്ടത്. അതിന് പകരം തെറ്റിച്ച് എവിടെ എഴുതിയിരിക്കുന്നത്? സെയിൽസ് അക്കൗണ്ടിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ കൊണ്ടുപോയി ക്യാഷ് എന്നും പറഞ്ഞ് സെയിൽസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാഷ് എന്നും പറഞ്ഞ് 100 രൂപ എഴുതി വെച്ചു. എഴുതേണ്ടത് എവിടെയായിരുന്നു? പർച്ചേസ് അക്കൗണ്ടിലായിരുന്നു. പർച്ചേസ് അക്കൗണ്ടിൽ എഴുതിയിട്ടുമില്ല. അപ്പം നമുക്കിത് തിരുത്തണം. എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് സെയിൽസ് അക്കൗണ്ടിലെ ഈ 100ൻ്റെ ഇഫക്റ്റ് കളയണം. 100 രൂപ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ? അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സെയിൽസ് അക്കൗണ്ടിൽ 100 രൂപ അങ്ങ് ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ക്യാൻസലായി. അപ്പം ഡെബിറ്റ് ചെയ്യുമ്പോൾ എന്തെന്നും പറഞ്ഞാണ് നമ്മളിവിടെ എഴുതുന്നത്? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 100 രൂപ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ വന്ന ആ 100 രൂപയുടെ ആ ഇഫക്റ്റ് എന്ത് ചെയ്തു? നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി ശരിക്കും ക്രെഡിറ്റ് പർച്ചേസ് ഏത് അക്കൗണ്ടിലായിരുന്നു വരേണ്ടത്? പർച്ചേസ് അക്കൗണ്ടിലല്ലായിരുന്നോ വരേണ്ടത്? അതായത് ഇവിടെയായിരുന്നു നമ്മൾ ക്യാഷ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതേണ്ടിയിരുന്നത്. പക്ഷെ അതവിടെ എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ടിൽ 100 രൂപ ഡെബിറ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് പർച്ചേസ് അക്കൗണ്ടിൽ 100 രൂപ ശരിക്കും ഇങ്ങനെയായിരുന്നു എഴുതേണ്ടത്. അപ്പോൾ അത് നമ്മൾ എഴുതി ചേർക്കുകയാണ്. അപ്പോൾ അത് എന്തെന്ന് പറഞ്ഞ് എഴുതുന്നത്? സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് പർച്ചേസ് അക്കൗണ്ടിൽ 100 രൂപ ഡെബിറ്റും ചെയ്യുന്നു. അപ്പം നമ്മുടെ അക്കൗണ്ടുകൾ കറക്റ്റായി. അപ്പോൾ ഇതെങ്ങനെയാണ് എൻട്രിയുടെ രൂപത്തിൽ വരുമ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രി ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? അപ്പം നോക്കിക്കേ, ശരിക്കുമുള്ള പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു 100 പർച്ചേസ്
അക്കൗണ്ട് ഡെറ്റർ 100, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 100 ടു സസ്പെൻസ് അക്കൗണ്ട്. ഇപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 200 എന്ന റെക്ടിഫിക്കേഷൻ. ഇപ്പോഴല്ലേ ഇത് കറക്റ്റ് ആയത്. അതായത് ഒന്ന് ശരിക്കുമുള്ള ക്രെഡിറ്റ് പർച്ചേസ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള 100. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ 100 ഇവിടെ വന്നു. ഇനി അടുത്തത് ഈ സെയിൽസ് അക്കൗണ്ടിൽ 100 രൂപ തെറ്റിച്ച് ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽസ് അക്കൗണ്ടിൽ ഒരു 100 രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 100 എന്നും പറഞ്ഞ് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ഈ രണ്ട് സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ടോട്ടലും കൂടിയാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 200 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ അക്കൗണ്ടുകൾ കറക്റ്റായി. അതായത് നേരത്തെ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരുന്ന 100 ക്യാൻസൽ ആവുകയും ചെയ്തു. ക്രെഡിറ്റ് പർച്ചേസിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള എമൗണ്ട് 100 പർച്ചേസ് അക്കൗണ്ടിൽ വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് റെക്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് എൻട്രിയുടെ ഫോമിലേക്ക് ആകുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 100, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 100 ടു സസ്പെൻസ് അക്കൗണ്ട് 200 എന്ന് വരും. അപ്പം ഇത് കോമ്പൗണ്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സസ്പെൻസ് അക്കൗണ്ട് ഇവിടെ 2 അക്കൗണ്ടിൽ 100 വെച്ചാണ്. അതിനെ നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് സസ്പെൻസ് അക്കൗണ്ട് 200 എന്ന് എഴുതിയേക്കാണ്. അപ്പോൾ ഇത് 2 സെപ്പറേറ്റ് എഴുതുവാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയല്ലേ വരുന്നത്. അതായത് 2 എൻട്രി ആയിട്ട് എഴുതുവാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 100, സസ്പെൻസ് അക്കൗണ്ട് 100. ഇതിൻ്റെ എൻട്രി കഴിഞ്ഞു. ഇനി അടുത്ത സെയിൽസിൻ്റെ ആണെങ്കിലോ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 100 ടു സസ്പെൻസ് അക്കൗണ്ട് 100. അപ്പോൾ ഇതുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ കോമ്പൗണ്ട് ചെയ്ത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 100, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 100 ടു സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ടിൽ മൊത്തം 200 ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ അല്ലേ. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ 4 ഡിസ്കസ് ചെയ്യാം. ഡെബിറ്റ് ബാലൻസ് എമൗണ്ട് കോളം ഓഫ് കുമാർസ് ട്രയൽ ബാലൻസ് ഈസ് മോർ ദാൻ ഇറ്റ്സ് ക്രെഡിറ്റ് ബാലൻസ് എമൗണ്ട് കോളം ബൈ ₹370. അതായത് കുമാറിൻ്റെ ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് ബാലൻസ് എമൗണ്ട് കോളം ക്രെഡിറ്റ് ബാലൻസ് എമൗണ്ട് കോളത്തേക്കാൾ 370 രൂപ കൂടുതലാണ്. ദ ഫോളോയിങ് എറേഴ്സ് വെയർ ലേറ്റർ ഡിസ്കവേർഡ്. പിന്നീട് താഴെ തന്നിരിക്കുന്ന എറേഴ്സ് കണ്ടെത്തി. നമ്മളോട് റെക്ടിഫൈങ് ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്ത് സസ്പെൻസ് അക്കൗണ്ടും കൂടെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെക്ടിഫൈങ് എൻട്രി എഴുതി സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ പറഞ്ഞിരിക്കുന്നു. ഇനി എറേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്, പർച്ചേസ് ഡേ ബുക്ക് ഈസ് ഫൗണ്ട് അണ്ടർ കാസ്റ്റ് ബൈ ₹170. പർച്ചേസ് ഡേ ബുക്ക് 170 രൂപയ്ക്ക് കുറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. അപ്പം ആദ്യം നമുക്ക് ഈ ഓരോ എറേഴ്സും റെക്ടിഫൈ ചെയ്യുന്ന എൻട്രി ഒന്ന് എഴുതിയിട്ട് നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പർച്ചേസ് ഡേ ബുക്ക് 170 രൂപയ്ക്ക് കുറഞ്ഞു നിൽക്കുന്നു. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? പർച്ചേസ് അക്കൗണ്ടിൽ 170 രൂപ കുറവാണെന്നാണ് അല്ലേ. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിന് കുറവ് എന്ന് പറയുമ്പോൾ ഏത് സൈഡിലാണ് വരുന്നത്? പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് അല്ലേ വരേണ്ടത്. അപ്പം പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 170 രൂപ കുറവെന്നല്ലേ അർത്ഥം. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തെന്നും പറഞ്ഞ് നമ്മൾ എഴുതും? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 170 ഡെബിറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി വരേണ്ടത്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുമ്പോൾ നമുക്ക് ആ എറർ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഉണ്ടോ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ സസ്പെൻസ് അക്കൗണ്ട് 170. കറക്റ്റിംഗ് എൻട്രി ഫോർ അണ്ടർ കാസ്റ്റ് ഇൻ പർച്ചേസ് ഡേ ബുക്ക്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെയിൽസ് ഡേ ബുക്ക് ഈസ് ഓവർ കാസ്റ്റ് ബൈ ₹300. സെയിൽസ് ഡേ ബുക്ക് 300 രൂപയ്ക്ക് കൂടിക്കിടക്കുന്നു എന്നല്ലേ. അതായത് സെയിൽസ് അക്കൗണ്ടിൽ 300 രൂപ കൂടുതലാണെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ 300 രൂപ കൂടുതലെന്ന് പറയുമ്പം സെയിൽസ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് ഈ എമൗണ്ട് കൂടിക്കിടക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലല്ലേ. ക്രെഡിറ്റ് സൈഡിലാണ് 300 കൂടിക്കിടക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. അത് നമുക്ക് തിരുത്തണം. അപ്പോൾ എന്ത് ചെയ്യണം? അത്രയും തുക എന്ത് ചെയ്താൽ മതി? സെയിൽസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ തുകയുടെ എഫക്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തെന്നും പറഞ്ഞാണ് ചെയ്യേണ്ടത്? സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് സെയിൽസ് അക്കൗണ്ടിൽ 300 രൂപ ഡെബിറ്റ് ചെയ്താൽ മതി.
അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി ആയിട്ട് വരുമ്പോൾ എഴുതേണ്ടത്? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 300, സസ്പെൻസ് അക്കൗണ്ട് 300 എന്ന് എഴുതുമ്പോൾ അതിൻ്റെ റെക്ടിഫിക്കേഷൻ ആയി. കറക്റ്റിംഗ് എൻട്രി ഫോർ ഓവർകാസ്റ്റ് ഇൻ സെയിൽസ് ഡേ ബുക്ക്. നെക്സ്റ്റ്, പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്ക് ഈസ് ആഡഡ് ലെസ് ബൈ ₹60. പർച്ചേസ് റിട്ടേൺ ബുക്കിൽ 60 രൂപ കുറവാണ്. അത് ടോട്ടൽ ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ 60 രൂപ കുറവാണ്. ആലോചിച്ച് നോക്കിക്കേ, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് ഈ കുറവ് വന്നിരിക്കുന്നത്? 60 രൂപ പറയാവോ? അതായത് പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിന് എപ്പോഴും ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഈ 60 രൂപ കുറവെന്ന് പറയുന്നത് അല്ലേ? അതായത് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് 60 കുറവ്. അത് തിരുത്താൻ എന്ത് ചെയ്യണം? പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 60 എന്ന് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തണം. ഇപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പർച്ചേസ് അക്കൗണ്ടിൽ 60 രൂപ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായി. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി വരേണ്ടത്? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്നായിരിക്കും ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി വരുന്നത്. അപ്പം നോക്കിക്കേ, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 60, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് 60. കറക്റ്റിംഗ് എൻട്രി ഫോർ ആഡിങ് പർച്ചേസ് റിട്ടേൺ ബുക്ക് ലെസ് ബൈ ₹60. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ആഡ് ചെയ്തപ്പോൾ ഉണ്ടായ 60 രൂപയുടെ കുറവ് നമ്മൾ ഈ എൻട്രി വഴി റെക്ടിഫൈ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, fifth, purchase from Deepu ₹400 is posted to the debit side of his account. അതായത് ദീപുവിൻ്റെ കയ്യിൽ നിന്നും 400 രൂപയ്ക്ക് കടത്തിൽ വാങ്ങിച്ചിരിക്കുന്നത് ദീപുവിൻ്റെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പർച്ചേസ്ഡ് ഫ്രം ദീപു ₹400. നോക്കിക്കേ, ഇതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരേണ്ടത്? ദീപുവിൻ്റെ അടുക്കൽ നിന്ന് 400 രൂപയുടെ സാധനം കടത്തിൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞെന്നാൽ അതിൻ്റെ എൻട്രി ശരിക്കും എങ്ങനെയാണ് വരേണ്ടത്? പർച്ചേസ് ആണ്. അപ്പം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 400 ടു ദീപു അക്കൗണ്ട് 400. ഇങ്ങനെയല്ലേ ശരിക്കുള്ള എൻട്രി വരേണ്ടത്? അതായത് ദീപു അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ് വരേണ്ടത്. അതിന് പകരം ദീപു അക്കൗണ്ടിൽ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡെബിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 400 രൂപീസ് ദീപു അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ എന്താണ്? ഇത് തെറ്റാണ് അല്ലേ? ആ തെറ്റ് നമുക്ക് തിരുത്തണം. എന്ത് ചെയ്യണം? ദീപു അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള 400 ൻ്റെ ഇഫക്റ്റ് കളയണം. അതിനുവേണ്ടി 400 രൂപ ദീപു അക്കൗണ്ടിൽ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? ആദ്യം നമുക്ക് 400 രൂപ ക്രെഡിറ്റ് ചെയ്യാം. തീർന്നില്ലല്ലോ. ഇതുകൊണ്ട് തീരുമോ? ഇല്ല. ദീപു അക്കൗണ്ടിൽ ശരിക്കും എത്ര രൂപ ക്രെഡിറ്റ് വരികയും കൂടി വേണം? 400 വരികയും ചെയ്യണം. ഇപ്പം നമ്മൾ എഴുതിയ 400 ഡെബിറ്റ് ചെയ്ത ഈ 400 അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ആക്ച്വലായിട്ട് ദീപു അക്കൗണ്ടിൽ എത്ര ക്രെഡിറ്റ് വരണം? 400 വരണം. അപ്പം ഇത് രണ്ടും കൂടി ചേർത്ത് ദീപു അക്കൗണ്ടിൽ 800 രൂപ ക്രെഡിറ്റ് ചെയ്താലല്ലേ ശരിയാവുകയുള്ളൂ. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് ദീപു അക്കൗണ്ടിൽ 800 രൂപ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ 800 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ 400 എന്ന് പറയുന്നത് ദീപു അക്കൗണ്ടിൽ തെറ്റിച്ച് ഡെബിറ്റ് ചെയ്ത ഈ 400ൻ്റെ ഇഫക്റ്റ് കളയാൻ വേണ്ടിയിട്ടാണ് ഒരു 400 നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആക്ച്വലായിട്ട് ദീപു അക്കൗണ്ടിൽ 400 ക്രെഡിറ്റ് വരികയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 400. അങ്ങനെ ടോട്ടൽ 800 രൂപീസ് ദീപു അക്കൗണ്ടിൽ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാണ് വരേണ്ടത്? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ദീപു അക്കൗണ്ട്. എമൗണ്ട് എത്ര വരണം? 800 വരണം. കണ്ടോ? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ദീപു അക്കൗണ്ട് 800. കറക്റ്റിംഗ് എൻട്രി ഫോർ റോങ് ഡെബിറ്റ് ഓഫ് ₹400 ടു ദീപു ഇൻസ്റ്റെഡ് ഓഫ് ക്രെഡിറ്റ് ടു ഹിസ് അക്കൗണ്ട്. അപ്പം 400 രൂപ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം തെറ്റിച്ച് ഡെബിറ്റ് ചെയ്തത്, അത് കറക്റ്റ് ചെയ്യുന്നതിനുള്ള എൻട്രിയാണത്. ഇനി നെക്സ്റ്റ്, sixth, rent paid ₹240 has been posted twice to rent account. എന്താണ് ഇതിൻ്റെ അർത്ഥം? 240 രൂപ വാടക കൊടുത്തത് 2 പ്രാവശ്യം റെൻ്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. അപ്പം റെൻറ്റ് പെയ്ഡ് 240. എന്താണ് ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്? കറക്റ്റ് എൻട്രി എന്ന് പറയുന്നത്
ഇതല്ലേ, അതായത് റെൻ്റ് അക്കൗണ്ട്, റെൻ്റ് പെയ്ഡ് ആണ്. അപ്പോൾ എക്സ്പെൻസ് ആണ്, റെൻ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. 240 ക്യാഷാണ് പോയത്, ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇത് റെൻ്റ് അക്കൗണ്ടിൽ 2 പ്രാവശ്യം എഴുതിയതാണ്. അതിൻ്റെ അർത്ഥം റെൻ്റ് അക്കൗണ്ടിൽ ഇതാ 240 രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പം ക്യാഷ് എന്നും പറഞ്ഞ 2 പ്രാവശ്യം 240 രേഖപ്പെടുത്തി. അപ്പം ഇതിൽ ഒരെണ്ണം ആവശ്യമില്ല, ഒരു പ്രാവശ്യം രേഖപ്പെടുത്തിയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കളയണം. എന്ത് ചെയ്താൽ മതി, ഒരു 240 റെൻ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ അത് കറക്റ്റ് ആവുമല്ലേ. അപ്പം എന്തെന്നും പറഞ്ഞുകൊണ്ട് സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് റെൻ്റ് അക്കൗണ്ടിൽ 240 ക്രെഡിറ്റ് ചെയ്യുക. അപ്പം നോക്കിക്കേ, ഇവിടെ 240 കട്ടായിപ്പോയി. ഇനി ആക്ച്വലായിട്ട് ഒരു റെൻറ്റ് കൊടുത്തതിൻ്റെ മാത്രമേ എൻട്രി അവിടെ വന്നിട്ടുള്ളൂ. ക്ലിയർ ആയില്ലേ. അപ്പം നോക്കിക്കേ 6th. അപ്പം എൻ്റെ എൻട്രി വരുന്നുണ്ടോ. അപ്പോൾ ഇവിടെയല്ലേ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യല്ലേ ചെയ്തത്. അപ്പോൾ എൻട്രി എങ്ങനെ വരുന്നത്, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്കൗണ്ട് എന്ന് ഉണ്ടോ. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ റെൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 240. കറക്റ്റിംഗ് എൻട്രി ഫോർ റെൻറ്റ് പെയ്ഡ് പോസ്റ്റഡ് ട്വൈസ്, 2 പ്രാവശ്യം പോസ്റ്റ് ചെയ്തതിൻ്റെ കറക്റ്റിംഗ് എൻട്രി. ഇനി നെക്സ്റ്റ്, ക്യാഷ് പെയ്ഡ് ടു സോജൻ ₹110 has been posted to the credit of സോജൻസ് അക്കൗണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം, സോജന് 110 രൂപ കൊടുത്തത് സോജൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് തെറ്റാണ്. ക്യാഷ് പെയ്ഡ് ടു സോജൻ, എങ്ങനെയാണ് അതിൻ്റെ എൻട്രി വരേണ്ടത്. ക്യാഷ് പെയ്ഡ് ടു സോജൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ശരിക്കുള്ള എൻട്രി. ഇപ്പോൾ സോജൻ അക്കൗണ്ട് ഡെറ്റർ ക്യാഷ് അക്കൗണ്ട് എന്നല്ലേ വരേണ്ടത്. 110 രൂപയാണ്, 110. ഇനി അപ്പോൾ സോജൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് വരേണ്ടത് അല്ലേ. പക്ഷേ അതിന് പകരം ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ക്രെഡിറ്റ് ഓഫ് സോജൻ അക്കൗണ്ട്. സോജൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എത്രയെന്ന് എഴുതിയിരിക്കുന്നത്, 110 എന്ന് പറഞ്ഞ് ക്യാഷ് എന്ന് പറഞ്ഞ് സോജൻ അക്കൗണ്ടിൽ 110 ക്രെഡിറ്റ് ചെയ്തേക്കുവാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഈ തെറ്റിനെ തിരുത്തണം. ഈ തെറ്റിനെ തിരുത്താൻ എന്ത് ചെയ്യണം, സോജൻ അക്കൗണ്ടിൽ 110 രൂപ ഡെബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തീർന്നില്ലല്ലോ. ശരിക്കും സോജൻ അക്കൗണ്ടിൽ എത്ര ഇനി വരികയും കൂടെ വേണം, 110 ഡെബിറ്റ് വരേണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു 110 കൂടി ഇവിടെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ടോട്ടൽ സോജൻ അക്കൗണ്ടിൽ എത്ര കാണിക്കണം, 220 രൂപ കാണിക്കണം. അപ്പം സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് സോജൻ അക്കൗണ്ടിൽ 220 രൂപ ഡെബിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു എറർ കറക്റ്റ് ആവുന്നത്. ക്ലിയർ ആയില്ലേ. അതായത് ഇതിൽ ഒരു 110 ഈ തെറ്റിച്ചു കൊടുത്ത ക്രെഡിറ്റ് 110 ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ശരിക്കും സോജൻ അക്കൗണ്ടിൽ വരേണ്ട 110 അതാണ് അടുത്തത്. അത് രണ്ടും കൂടെ ചേർന്ന് സോജൻ അക്കൗണ്ടിൽ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 220 രൂപ ഡെബിറ്റ് ചെയ്യുമ്പോഴാണ് ഈ എറർ കറക്റ്റ് ആകുന്നത്. അപ്പം നോക്കിക്കേ, അതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി കൊടുത്തിരിക്കുന്നത് കണ്ടോ. സോജൻ അക്കൗണ്ട് ഡെറ്റർ 220, സസ്പെൻസ് അക്കൗണ്ട് 220. കറക്റ്റിംഗ് എൻട്രി ഫോർ റോങ് പോസ്റ്റിംഗ് ടു ദി ക്രെഡിറ്റ് ഓഫ് സോജൻസ് അക്കൗണ്ട്. അപ്പം ഇങ്ങനെ ഇപ്പം നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രികളെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി സസ്പെൻസ് അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ എക്സാമിനേഷൻ റെക്ടിഫിക്കേഷൻ എൻട്രി മാത്രം എഴുതാനാണ് ചോദിക്കാറുള്ളൂ. സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഇവിടെ ചോദ്യത്തിനകത്ത് പറയുന്നുണ്ടോ, അതായത് കുമാറിൻ്റെ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് എമൗണ്ട് കോളമാണ് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തേക്കാൾ കൂടി നിൽക്കുന്നത്. അതായത് എത്ര രൂപയാണ് കൂടുതൽ, ട്രയൽ ബാലൻസിൽ 370 രൂപ കൂടുതലാണ്. അപ്പം നമുക്ക് ഈ വ്യത്യാസം ട്രയൽ ബാലൻസിലെ ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എമൗണ്ടുകൾ തമ്മിലുള്ള വ്യത്യാസം താൽക്കാലികമായിട്ട് നമ്മളൊരു അക്കൗണ്ടിലേക്ക് പ്ലേസ് ചെയ്യുകയാണ്. ഏത് അക്കൗണ്ടാണ്, സസ്പെൻസ് അക്കൗണ്ടിലേക്ക്. അപ്പം എന്ത് ചെയ്യണം, 370 ഡെബിറ്റിലല്ലേ കൂടുതൽ, അപ്പം 370 ക്രെഡിറ്റിൽ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്ലേസ് ചെയ്ത് നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആക്കുന്നു. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, 370 ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ സസ്പെൻസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് കൊടുത്തിരിക്കുന്നത്. ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ് 370 ഉണ്ടോ. അതുകൊണ്ടാണ് സസ്പെൻസ് അക്കൗണ്ടിൽ 370 ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ക്രെഡിറ്റ് സൈഡിലല്ലേ കുറവ്, ഡെബിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. അപ്പം സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 370 എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ ടാലി ആക്കുന്നു. അതങ്ങോട്ട് എഴുതി. ഇനി അടുത്തത് ഈ എൻട്രിയിൽ വന്നിട്ടുള്ള ഈ എൻട്രി വെച്ചിട്ട് അങ്ങ് പോസ്റ്റിംഗ് നടത്തിയാൽ മതി.
പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? പർച്ചേസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ സസ്പെൻസ് അക്കൗണ്ട് എന്നും സസ്പെൻസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് 170 കണ്ടോ 170 എഴുതിയേക്കുന്നു. അടുത്തത് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ സസ്പെൻസ് അക്കൗണ്ട് എന്നും സസ്പെൻസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എന്നും പറഞ്ഞ് 300 അതിതേ പോസ്റ്റ് ചെയ്തേക്കുന്നു. അടുത്ത സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് 60 റുപ്പീസ്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ് 60 റുപ്പീസ് ഇതേ ഡെബിറ്റ് ചെയ്തേക്കുന്നു. അടുത്തത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 40 റുപ്പീസ് ആണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ സസ്പെൻസ് അക്കൗണ്ട് എന്നും സസ്പെൻസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞത് 40 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തത് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ദീപു അക്കൗണ്ട് എന്നാണ്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ദീപു അക്കൗണ്ട് എന്ന് പറഞ്ഞ് 800 രേഖപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ റെന്റ് അക്കൗണ്ട് 240. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് 240 പോസ്റ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് സോജൻ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 220. അപ്പോൾ സോജൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ സസ്പെൻസ് അക്കൗണ്ട് എന്നും സസ്പെൻസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ സോജൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 220 പോസ്റ്റ് ചെയ്തേക്കുന്നു. ഇപ്പം എന്നിട്ട് ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നോക്കിക്കോ സസ്പെൻസ് അക്കൗണ്ട് രണ്ട് സൈഡും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലായി. അപ്പം സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ച് ഇങ്ങനെയാണ് എറേഴ്സ് റെക്ടിഫൈ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.